ശനി വന്നത് മുതൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളെ സഹായിക്കാനും ആരും. കുറേ വ്ളോഗേഴ്സിനെ കണ്ടു. ആളുകളെ പേരൊന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല, താല്പര്യമില്ലെങ്കിലും അതിലെ കുറച്ച് പേര് നിരാശരാക്കി, കുറച്ച് പേര് സഹായിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും ചെയ്തില്ല. പിന്നെ ചില ആളുകൾക്ക് മുൻകൂട്ടി പൈസ ചെറിയ അഡ്വാൻസ് ആയിട്ട് വേണം, ചില ആളുകൾക്ക് അതിൽ ഇത്ര % വെച്ച് വേണം, ചില ആളുകൾ പല ഒഴിവുകളും പറഞ്ഞ് അതിന് ഒഴിവായി. എനിക്കിപ്പോൾ ഈ ഒരു സഹായം ചെയ്തുകൊണ്ട് മാത്രമല്ല, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനസ്സാക്ഷിയുള്ള ഒരു വ്ളോഗർ ഈ സനി തന്നെയാണെന്ന് ഞാൻ എവിടെയും പറയും. ₹1 അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും കൊടുത്തിട്ട് ഇതിൻ്റെ പേരിൽ വേണ്ടാന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, ഞാൻ കണ്ടിട്ടില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. അതൊരു നോമ്പ് സമയമായിരുന്നു. ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു. പെരുന്നാളൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇവർ ആഘോഷിച്ചത്. അതിന് പടച്ചവനോട് നന്ദി പറയുന്നു ആദ്യം തന്നെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരുടെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പം, ഇവരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും മോശകരമാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ മക്കളുമായിട്ട് താമസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് നമ്മൾക്കൊപ്പം. അവരുടെയൊക്കെ ഒരു കൈത്താങ് ഈ ഒരു കുടുംബത്തിനുണ്ടായി. അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത്താത്തയുടെ അക്കൗണ്ട് നമ്പറായിരുന്നു. അപ്പം ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഗൂഗിൾ പേയുടെ. അത് കുഞ്ഞിൻ്റെ പേരാണ് ഗൂഗിൾ പേയിൽ, ഇതിൻ്റെ പേരാണ് ഗൂഗിൾ പേയിൽ കൊടുത്തത് കേട്ടോ, ആദം, മുഹമ്മദ് ആദം. അപ്പോൾ മിക്കവാറും ആൾക്കാർ ചോദിച്ചു എന്താണ് ഗൂഗിൾ പേ നെയിം അങ്ങനെ വന്നതെന്ന്. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരു സഹായം ഉണ്ടായി. ഇങ്ങനെയൊന്നും അല്ല എൻ്റെ മുന്നിൽ അന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നത് നിങ്ങളെല്ലാവരും. ഇന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രകാശമുണ്ടോ? എന്താണ് പറഞ്ഞു? ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ പടച്ചവനോട് നന്ദി. പിന്നെ ശനി വന്നത് മുതൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. അതേപോലെ അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഈ വീഡിയോൻ്റെ മുന്നിൽ വന്നത്. ഇപ്പം ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും ഒക്കെ ഒരുപാട് ആളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു, അത് തീർത്തു. ഇനി കുറേ കടങ്ങൾ തീർക്കാണ്ട്. എന്തായാലും ഞങ്ങൾക്ക് വെറുതെ ആയില്ല. ശനി അവിടുന്ന് ഇങ്ങോട്ട് ബുദ്ധിമുട്ടായി വന്നോട്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് മാറ്റമുണ്ട്. ശരിക്കും ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പാലക്കാട് വന്നത് ഇവരുടെ ഈ ഒരു സാഹചര്യം മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അത് വെറുതെ ആയില്ല, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൈപിടിച്ചു. റംസാനും കൂടി ആവോട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആളുകളെ വിളി, സഹായങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ. ഞാൻ ഓരോ വീട്ടുകളിൽ കൂടെ പോയിട്ട് കൈ നീട്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചു. വിദേശത്തു നിന്നും പിന്നെ ഈ നാട്ടിൽ നിന്ന്, പല നാട്ടിൽ നിന്നും ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി. ഇപ്പം ഇനി മുന്നോട്ടും എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മണ്ണാർക്കാടിലെ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ സാഹചര്യം അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? അവരൊക്കെ അറിഞ്ഞു വന്നു. നമ്മള് തുറന്ന് പറഞ്ഞിരുന്നില്ല ആരോടും ഈ അവസ്ഥ. പിന്നെ ഇത് അറിഞ്ഞിട്ട് കുറെ ആളുകൾ വന്നു, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല. പിന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവര് ഇത് അറിഞ്ഞിട്ടില്ല കാര്യമായിട്ട്. സിസ്റ്റർമാര് വന്നിരുന്നു, അവര് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ട എന്താ വെച്ചാ ചെയ്തു തരാന്നൊക്കെയാണ് അവരെ ഭാഗത്ത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് കുറവില്ല, വസ്ത്രങ്ങൾക്ക് കുറവില്ല, എല്ലാം ആയിട്ടുണ്ട്. അക്കൗണ്ടില് ഒരു വലിയ സഹായം തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ചെറിയ സഹായം മതി എന്നാണ് പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷയിലും അപ്പുറത്തെ ഒരു സഹായം വന്നു. ഞങ്ങളെ സഹായിച്ചവരുണ്ട്, സഹായിക്കാത്തവരുണ്ട്. എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടവരാണ്. പക്ഷെ അതിലുപരി ഞങ്ങൾ കുറേ വ്ളോഗേഴ്സിനെ കണ്ടു. ആളുകളെ പേരൊന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല, താല്പര്യമില്ലെങ്കിലും അതിലെ കുറച്ച് പേര് നിരാശരാക്കി, കുറച്ച് പേര് സഹായിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും ചെയ്തില്ല. പിന്നെ ചില ആളുകൾക്ക് മുൻകൂട്ടി പൈസ ചെറിയ അഡ്വാൻസ് ആയിട്ട് വേണം, ചില ആളുകൾക്ക് അതിൽ ഇത്ര % വെച്ച് വേണം, ചില ആളുകൾ പല ഒഴിവുകളും പറഞ്ഞ് അതിന് ഒഴിവായി. അങ്ങനെ ഇരിക്കുകയാണ് സനിയുടെ വീഡിയോ ഞങ്ങളുടെ ഇതിൽ പെടുന്നതും, സനിയുടെ കുറേ വീഡിയോകൾ ഞങ്ങൾ കാണുന്നതും. ഈ സനിയായിട്ട് ഞങ്ങൾ ഒരു 5 മാസത്തോളം അല്ലേ, ഒരു 5 മാസം മുമ്പ് ഞങ്ങൾ നേരിട്ട് വീട് അന്വേഷിച്ച് അവിടെ പോയി കണ്ടു. ഞാൻ ഇതുവരെ, എനിക്കിപ്പോൾ ഈ ഒരു സഹായം ചെയ്തുകൊണ്ട് മാത്രമല്ല, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനസ്സാക്ഷിയുള്ള ഒരു വ്ളോഗർ ഈ സനി തന്നെയാണെന്ന് ഞാൻ എവിടെയും പറയും. ₹1 അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും കൊടുത്തിട്ട് ഇതിൻ്റെ പേരിൽ വേണ്ടാന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, ഞാൻ കണ്ടിട്ടില്ല. പല ആളുകളും ചോദിച്ചു നിങ്ങളെങ്ങനെ ആലപ്പുഴ എത്തിപ്പെട്ടു. നമ്മളെ ദൈവം അള്ളാഹുവാണ് അവിടെ എത്തിച്ചത്, അല്ലാതെ ഒന്നും പറയാനില്ല. ഇപ്പം ഞങ്ങൾ എന്തായാലും എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ,
ഞങ്ങളിപ്പോൾ ആ സങ്കടത്തിൽ നിന്നും ഒക്കെ മുക്തരായി. എൻ്റെ മക്കൾക്ക് ഡ്രസ്സായി, ഞങ്ങൾക്ക് ആവശ്യത്തിനും അതിലപ്പുറം ഭക്ഷണത്തിനും സാധനങ്ങളായി, ഞങ്ങളൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താനുള്ള ഫണ്ടുമായി, ജനങ്ങളുടെ സഹായം. ഇനി ഒരുപാട് പേര്, നല്ല മനസ്സുള്ള ഒരുപാട് പേര് ഞങ്ങളോട് വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മക്കളെ വിദ്യാഭ്യാസം, പിന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോന്ന് പറഞ്ഞ് സ്വന്തം അവരെ പ്രൈവറ്റ് നമ്പറുകളും അല്ലാത്തതും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അങ്ങനെ ഭക്ഷണത്തിനോ മക്കളുടെ പഠനത്തിനോ എന്ത് ബുദ്ധിമുട്ട് വരികയാണെങ്കിലും നിങ്ങൾ അറിയിക്കാൻ മടിക്കണ്ട. ഒരുപാട് നല്ല സന്മനസ്സുകളുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഇല്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മക്കളുടെ ഒരു സാഹചര്യം കൂടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വന്നിട്ടുള്ള ഒരു ക്യാഷ് ഭാവിയിൽ ഈ മക്കളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. 3 കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇക്ക എന്തൊക്കെ ചോദിക്കുക, വണ്ടിക്കൂലി എത്ര, സനിയുടെ ചാർജ് എത്ര എന്നൊക്കെ ചോദിച്ചു. ശരിയാണോ? ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ വേറൊരു അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും ദൂരം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വലിയൊരു മുതലാളി അല്ലല്ലോ സനി. ഞങ്ങൾ വീട് വന്ന് കണ്ടതാണ്, അവിടുത്തെ ചുറ്റുപാട് കണ്ടതാണ്. ഇയാൾക്ക് കിട്ടുന്ന വരുമാനം ഒരു 90%ഉം ഇതുപോലെ എന്നെ പോലുള്ള മറ്റു പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക ചെയ്യും. എന്തായാലും എനിക്ക് ചാർജ് ഇല്ല, അതുപോലെ തന്നെ ട്രാവലിംഗ് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. അത് എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ പോയിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു കർമ്മമാണ്. എന്തായാലും പടച്ചോനെ സാക്ഷി നിർത്തി ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. അപ്പം എന്തായാലും ഈ ഒരു കുടുംബത്തെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. അതിൻ്റെ ഒരു മാറ്റമാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഒരുപാട് സന്തോഷം. ശരിക്കും ഇന്ന് ഞാൻ ഇവിടെ പാലക്കാട് വരുന്നതെന്ന് പറയുമ്പം ഇവരെ വീണ്ടും കാണണമല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ഇവരുടെ അപ്ഡേറ്റ് അറിയിക്കണമല്ലോ, അതിനുവേണ്ടിയാണ് വന്നത്. എന്തായാലും ഈ ഒരു ദിവസം പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഭാവിയിൽ ഇവർക്ക് ഒരു ചെറിയ സംരംഭമൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു വണ്ടി എടുക്കണമെന്നല്ലേ? ചെറിയൊരു ഓട്ടോറിക്ഷ എടുക്കണം. നേരത്തെ ചെയ്തതെന്ന് പറയുമ്പോൾ ചെറിയ കശുവണ്ടിപ്പരിപ്പും നട്ട്സും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ അതൊക്കെ തുടർന്ന് ചെയ്യണമെന്നുണ്ട്. അതിന് അർഹമായിട്ടുള്ളൊരു സാമ്പത്തികം ഇപ്പോൾ അക്കൗണ്ടിലുണ്ട്. അതൊന്നും അനാവശ്യമായിട്ട് എടുത്ത് ചിലവാക്കി കളയരുത്. എത്രയാണെന്ന് ഞാൻ ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല, അതെനിക്ക് ചോദിക്കുന്ന പതിവുമില്ല. എത്രയാണെങ്കിലും അത് അവരുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കട്ടെ.